അലർജി, ആസ്മ തുടങ്ങി ത്വക്ക് രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിൽ ഏതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ 23 വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ്. സ്കിൻ ആൻഡ് അലർജി ഹോമിയോപ്പതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്, ചാലിപ്പാടം റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 8137973856. തെക്കുംകരയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി വിരുപ്പാക്കയിൽ പ്രതിഷേധ സംഗമം നടത്തി. വിരുപ്പാക്ക യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം ജനറൽ സെക്രട്ടറിയും വിരുപ്പാക്ക 3-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ VJ ജമാലിനെയും യൂത്ത് കോൺഗ്രസ് വിരുപ്പാക്ക യൂണിറ്റ് പ്രസിഡന്റ് AA അഭിലാഷിനെയും DYFI ആക്രമിച്ചു എന്നാരോപിച്ച് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി വിരുപ്പാക്കയിൽ പ്രതിഷേധ സംഗമം നടത്തി. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫീഖ് സംഗമം ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി PJ രാജു മുഖ്യപ്രഭാഷണം നടത്തി. പാർലമെന്ററി പാർട്ടി നേതാവ് AR കൃഷ്ണൻകുട്ടി, PT മണികണ്ഠൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സുനിൽ ജേക്കബ്, അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ, അബ്ദുൽ സലാം, VJ ജമാൽ, വിജോയ് കുറ്റിക്കാടൻ, AA അഭിലാഷ്, മുഹമ്മദ് ഷാഫി, PI ഷെരീഫ്, അഭിജിത്ത്, PU നിസാർ, M കണ്ണൻ, ഷിഷാബ്, അഹ്സാൻ, ആദിത്യൻ എന്നിവർ നേതൃത്വം നൽകി. ചില ക്രിമിനലുകളായ മദ്യത്തിനും കഞ്ചാവിനും അടിമപ്പെട്ട ഇവിടുത്തെ DYFIയുടെ ചില ആളുകൾ ആ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൻ്റെ അവസ്ഥയിലാണ് പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ യാതൊരു കാരണവുമില്ലാതെ ഇവിടുത്തെ DYFIയുടെ ചില ആളുകൾ മർദ്ദിക്കുന്ന ഒരവസ്ഥയുണ്ടായിട്ടുള്ളത്. കേരളത്തിൽ പിണറായി വിജയൻ്റെ തണലിൽ പിണറായി വിജയൻ ഭരിക്കുന്ന, അല്ലെങ്കിൽ പിണറായി വിജയൻ ഭരിക്കപ്പെടുന്നു എന്ന് പറയുന്നു, അങ്ങനെ വേണം പറയാൻ. പിണറായി വിജയൻ ഭരിക്കുന്ന പോലീസ് എന്നൊന്നും പറഞ്ഞാൽ ഈ കാലത്ത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ആ കാലൊക്കെ മാറി. VCV ന്യൂസ് തെക്കുംകര.